നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രമേഹ രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. 4 മണിക്ക് പലഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ട എല്ലാവർക്കും അറിയാവുന്ന അരി കൊണ്ടുണ്ടാക്കുന്ന കൊഴുക്കട്ട. അതിനകത്ത് സാധാരണ വരുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയും തേങ്ങയാണ്. അതിന് പകരം നമ്മൾ മധുരമില്ലാതെ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കുകയാണ്. അതേ രുചിയോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത് പോലെ. ഇതിന് ആവശ്യമായ സാധനങ്ങൾ അരിപ്പൊടി, തേങ്ങ, അവല്, കുറച്ച് ഉപ്പ്, പിന്നെ ഏലക്ക. അതാണ് ഇതിന് ഫ്ലേവറായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വയ്ക്കാം. ഒരു ഫില്ലിംഗ് ആയിട്ട് മാത്രമാണ് അവൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചാൽ മാത്രമേ നല്ല മയമുള്ള കൊഴുക്കട്ട കിട്ടുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് ഉപ്പിടാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഈ സാധാരണയൊക്കെ നമ്മളുടെ നാട്ടിൽ അരി മാത്രം കൊണ്ട് അരിയും തേങ്ങയും മാത്രം കണ്ട് ഫില്ലിംഗ് ഇല്ലാതെ കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അരി മാത്രമായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ അരിയുടെ അളവ് കൂടും. അപ്പോൾ അതിന് കാലറി കൂടുതലായിരിക്കും അങ്ങനെ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയ്ക്ക്. പക്ഷേ ഇതിനിടയിൽ ഫില്ലിങ് വരുന്നത് അവലും തേങ്ങയും രണ്ടും കാലറി ഉള്ള ഭക്ഷണത്തിനാണെങ്കിലും വളരെ കുറച്ച് മതി. അതിൽ നിന്ന് വരുന്ന കാലറി വളരെ കുറവായിരിക്കും. പിന്നെ തേങ്ങ നമുക്ക് എല്ലാവർക്കും അറിയാം, കാലറി കുറച്ച് കൂടിയ ഭക്ഷണമാണെങ്കിലും അതിനകത്ത് ഫ്രഷ് ചിരണ്ടിയെടുത്ത കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഫൈബറും ഉണ്ട്. അത് ഹെൽത്തിന് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ അവലും തേങ്ങയും കൂടെ ഒന്ന് നനയ്ക്കണം. കുറച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് നമുക്ക് നനയ്ക്കാം. അതിലേക്ക് 2 ഏലക്ക പൊട്ടിച്ചതും കൂടെ ചേർക്കണം. അത് ശരി. ഏലക്കയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അവലിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചൊക്കെ ആണെങ്കിലും ഇതിൽ അയൺ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് അവലിൽ. ഇത് നനച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കാം. കട്ട കെട്ടാതെ അല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് വട കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഗോതമ്പൊക്കെ കഴിച്ച് മടുത്തു, അങ്ങനെയുള്ള പരാതിയാണ് അവർ സ്ഥിരമായിട്ട് പറയുക. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കാലറി കുറവായിട്ടുള്ള സ്നാക്സ് കഴിച്ചോളാൻ പറയാം. അത് പൊതുവേ നമ്മുടെ മലയാളികൾക്കൊരു ധാരണയുണ്ട്, ഗോതമ്പ് അല്ലെങ്കിൽ അരി കൊള്ളില്ല, ഗോതമ്പാണ് നല്ലതെന്ന്, ഗോതമ്പ് ധാരാളം കഴിക്കാമെന്ന് ഒരു ധാരണയുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ അരിയിലും ഗോതമ്പിലും ഒരുപോലെയാണ് കാലറി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗോതമ്പിൽ കുറച്ച് ഫൈബർ കൂടുതലുണ്ട്, പിന്നെ ചവയ്ക്കാനും കുറച്ച് സമയം എടുക്കും. ആ ഒരു വ്യത്യാസം. പിന്നെ നമ്മൾ മലയാളികൾക്ക് പൊതുവേ അരിയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഗോതമ്പിൻ്റെ പലഹാരമാകുമ്പോൾ വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് ആണെങ്കിലും കൂടുതൽ ഗോതമ്പ് കഴിക്കാൻ പറയും. ഉരുട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പച്ചെമ്പ് വെക്കുകയാണ്. ഇത് ആവിയിലാണ് നമ്മൾ വേവിക്കുന്നത്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ആവിയിൽ പുഴുങ്ങുന്നതാണ്. എല്ലാ ഭക്ഷണം അത് തന്നെയായിരിക്കും. എണ്ണയെക്കാളും ഡയബറ്റീസ് ഉള്ളവർക്ക് എപ്പോഴും നല്ലത് സ്റ്റീം ചെയ്ത് കഴിക്കുന്നതായിരിക്കും, പ്രത്യേകിച്ച് കാലറി കട്ട് ഡൗൺ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പച്ചെമ്പ് വെള്ളം ചൂടാക്കാം. ഇഡ്ഡലിയുടെ അതേ പ്രോസസ്സ് തന്നെ അല്ലേ? അതേ പ്രോസസ്സ്. ഓക്കെ, ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് പരത്തി ഇതിൽ ഫില്ലിങ് റെഡിയാക്കാം. നമ്മൾ കൈ കൊണ്ടൊന്ന് പരത്തി എടുക്കണം. നല്ല തിന്നായിട്ട് പരത്താൻ. അത് പൊട്ടിപ്പോവില്ലല്ലോ അല്ലേ? നല്ല ചൂടുവെള്ളത്തിലാണ് കുഴച്ചതെങ്കിൽ പൊട്ടിപ്പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ തിളയ്ക്കണം എന്ന് പറഞ്ഞത്, വെള്ളം തിളയ്ക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റാർച്ച് ഒന്ന് ജലാറ്റിനൈസ് ചെയ്ത് ഒന്ന് കൂളായി. അപ്പോൾ അതിൽ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ഫോർമേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇന്ന് ഗ്ലൂക്കോസ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ചെന്ന് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് റിലീസ് ആവുന്ന സ്പീഡ് കുറച്ച് കുറവായിരിക്കും 2 പ്രാവശ്യത്തെ കുക്കിംഗ് ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് ഫില്ല് ചെയ്ത് എടുത്ത് വയ്ക്കാം. ഡയബറ്റീസുകാർ എപ്പോഴും പറയുന്ന കംപ്ലൈൻ്റാണ് മടുപ്പ്. കാരണം ഇത് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ അത് കൂടെ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന അവർക്കൊരു ഈ പറയുന്ന കാര്യങ്ങൾ 1-2 ദിവസത്തേക്കല്ല, വർഷങ്ങളോളം അവരത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അവർക്കതിന് ഒരു മടുപ്പുണ്ടാവും. അതുകൊണ്ട് വെറൈറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 മണിക്ക് ഒരു സ്നാക്ക് ഡയബറ്റീസുകാർ കഴിക്കുന്നത് നല്ലതാണ്, ചായ മാത്രം കുടിക്കുന്നതിനേക്കാളും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഡയബറ്റീസ് ഉള്ളവരുടെ 2 നേരത്തെ ആഹാരം തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല.
ഡയബറ്റീസിൻ്റെ മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് സ്നാക്സ് 4 മണിക്ക് ആവശ്യമാണ്. പക്ഷേ അത് ഫാസ്റ്റ് ഫുഡ് ആവാതെ അല്ലെങ്കിൽ ഒരു ജങ്ക് ഫുഡ് ആവാതെ നമ്മുടെ സാധാരണ ഭക്ഷണം, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാ ഫുഡ് അത് മോഡിഫൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. അതായത് പക്ഷേ ഇതാണെങ്കിലും ഒരെണ്ണമേ കഴിക്കാൻ പറയുന്നു. ഒരെണ്ണമേ കഴിക്കാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ 4 എണ്ണം ഉണ്ടെങ്കിൽ 4 പേർക്കാണ് കഴിക്കാം. നമുക്കിനി ആവി വന്ന് ഇനി ഇതത് കുറച്ച് നേരം വെച്ച് വേവിച്ചെടുക്കാം. നീനു, നമ്മുടെ ഈ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് എത്രമാത്രം അരിപ്പൊടി എല്ലാം വേണം? അതിൻ്റെ ക്വാണ്ടിറ്റിയെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 80 ഗ്രാം അരിപ്പൊടിയാണ്. അതിൽ നിന്ന് നമ്മൾ 4 കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് 20 ഗ്രാം അവലും 20 ഗ്രാം തേങ്ങയും. ആ ഫില്ലിംഗ് മൊത്തം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ഹാഫേ എടുത്തിട്ടുള്ളൂ. ഒരു കൊഴുക്കട്ടയിൽ ഒരു 20 ഗ്രാം ഫ്ലോറേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് കാലറി വളരെ കുറവ് ആയിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് ഒരു ഡയബറ്റിസ് പേഷ്യൻസിന് ഒരു പോർഷൻ മാത്രമാണ് 4 മണിക്ക് കൊടുക്കാൻ പാടുള്ളൂ. നീനു പറയേണ്ടേ റെസിസ്റ്റൻസ് സ്റ്റാർച്ചിന് എന്താണ് ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്? റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഞാൻ പറഞ്ഞിരുന്നു നല്ല ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കുഴയ്ക്കുന്നതെന്ന്. അങ്ങനെ നല്ല ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ ആദ്യം ആ സ്റ്റാർച്ച് ഒന്ന് കുക്ക് ആവുന്നുണ്ട്, ജെലാറ്റിനൈസേഷൻ സംഭവിക്കുന്നു, വാട്ടർ അബ്സോർബ് ചെയ്ത് ജെലാറ്റിനൈസ് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് കൂളാകുമ്പോൾ ആ കുക്കിംഗ് പ്രോസസ്സ് അവിടെ നിന്നു. അത് ഇൻ്റർമീഡിയറ്റ് ഒരു പ്രോഡക്റ്റാണ് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ നമ്മുടെ ബോഡിയിൽ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതായത് ദഹനത്തിൻ്റെ ടൈമിൽ കുറച്ച് സമയം കൂടുതൽ വേണം ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ചിന് ദഹിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് മാത്രമേ ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ചുള്ള ഫുഡുകൾ ദഹിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത് വളരെ പതുക്കെ ആയിരിക്കും. ആദ്യം കുക്ക് ചെയ്തൊന്ന് കൂൾ ചെയ്യുന്നത് കൊണ്ടാണ് ആ പ്രോസസ്സ്. അപ്പോൾ ഇടിയപ്പത്തിലും ഇതേ ഒരു പ്രക്രിയ തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ കൊഴുക്കട്ട ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം. കൊഴുക്കട്ട നമ്മുടെ ആളുകൾ ചെറുപ്പം മുതലേ കഴിച്ച് വളർന്ന ഒരു ഭക്ഷണമാണല്ലോ. അതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ മധുരമില്ലെന്നുള്ളൊരു പ്രശ്നം വരില്ല അവലുള്ളതുകൊണ്ട്. ഇതിൽ വേണമെങ്കിൽ ഫില്ലിങ് അവലും തേങ്ങയ്ക്കും പകരം വെജിറ്റബിൾസ് ആവാം. നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ആൾക്ക് വേണമെങ്കിൽ ഫിഷോ എഗ് വൈറ്റ് സ്ക്രാമ്പിൾ ചെയ്തതോ ഒക്കെ വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഇഷ്ടമുണ്ട്. നമ്മൾ സാധാരണ കൊഴുക്കട്ട പോലെ തന്നെ ഉണ്ടാക്കിയതാണ്. ആ ട്രഡീഷണൽ വേയിൽ അതേ ടേസ്റ്റ് വരാനായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. എന്തായാലും പ്രമേഹരോഗികൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. പുതിയൊരു ഡിഷാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്.